ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ ക്രൂശിനെയും അവൻ്റെ പങ്കപ്പാടുകളെയും ആഴമായി ധ്യാനിക്കുന്ന വലിയ നോമ്പിൻ്റെ ധന്യമായ ദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നോമ്പ് കാലം സ്വയം ശോധനയുടെയും തിരിച്ചറിവിൻ്റെയും കാലമാകണം. വേദപുസ്തക പഠനത്തിനും ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും നോമ്പുകാലം നാം വേർതിരിക്കണം. അപരൻ്റെ വേദനകൾ മനസ്സിലാക്കി പ്രതികരിക്കുവാൻ കഴിയുമ്പോഴാണ് നോമ്പ് അർത്ഥപൂർണമാകുന്നത്. ഇന്ന് നോമ്പിൻ്റെ 43-ാം ദിനമാണ്. ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം രക്ഷയ്ക്കായുള്ള മുറവിളി, മശിഹായുടെ ആഗമനം എന്നതാണ്. ഇതിനെ ആസ്പദമാക്കി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഇതിൻ്റെ കുറിവാക്യമായി എടുത്തിരിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യമാണ്. അവൻ യെരുശലേമിൽ കടന്നപ്പോൾ നഗരം മുഴുവനും ഇളകി, ഇവൻ ആർ എന്ന് പറഞ്ഞു. നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണിത്. കർത്താവ് യെരുശലേമിൽ എഴുന്നള്ളുന്നതിനെ പറ്റിയാണ് ഈ വേദഭാഗത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. യേശു കർത്താവ് യെരുശലേമിലേക്ക് ചെല്ലുമ്പോൾ യെരുശലേം നഗരം മുഴുവനായി ഇളകുകയാണ്. യേശുവിൻ്റെ ഹോശന്ന, രാജാവിൽ നിന്നുള്ള രക്ഷ, ഇത് അപ്രതീക്ഷിതമായ ഒന്നല്ല. സെക്കര്യാവും യെശയ്യാവും ഒക്കെ 6 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ചതാണ്. സിയോൻ പുത്രിയെ രക്ഷിക്കാൻ കഴുതപ്പുറത്ത് കയറി വരുന്ന രാജാവ്. യേശുവിൻ്റെ രാജ്യത്വം അംഗീകരിക്കപ്പെടുകയാണിവിടെ. 2000-ത്തിലധികം വർഷങ്ങൾ പിന്നിടുമ്പോഴും ലോകത്തിൻ്റെ നിലവിളിയും മറിച്ചല്ല. നിത്യമായ രക്ഷ, പാപിക്ക് രക്ഷ, ദരിദ്രന് രക്ഷ, തളർന്നവന് രക്ഷ, ആത്മഹത്യയുടെ വക്കിൽ നിന്നവന് രക്ഷ. കേവലം ഒരു എഴുന്നള്ളത്തായിരുന്നില്ല ക്രിസ്തുവിൻ്റേത്. അത് ഓരോ മനുഷ്യൻ്റെയും പ്രശ്നങ്ങളിലേക്കും നൊമ്പരങ്ങളിലേക്കുമാണ്. ക്രിസ്തുവിന് മാത്രമേ നിത്യമായ രക്ഷയെ നൽകുവാൻ സാധിക്കുകയുള്ളൂ. ലോകത്ത് ജീവിച്ച ഒരു വ്യക്തി പോലും നിത്യമായ സമാധാനത്തെ നൽകാമെന്ന് പ്രസംഗിച്ചില്ല. അത് കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രം നൽകാൻ പറ്റുന്ന ഉറപ്പാണ്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അവൻ്റെ എഴുന്നള്ളത്ത് മരണത്തിലേക്കല്ല, മറിച്ച് നിത്യജീവന്റെ അവകാശത്തിലേക്കുള്ള ഒഴുക്കിലേക്കാണ്. രൂപാന്തരപ്പെട്ട മനുഷ്യന് മാത്രമേ ദൈവരാജ്യം കെട്ടുപണി ചെയ്യാനാകൂ. യേശുവിൻ്റെ വാക്കുകളുടെയും പ്രവൃത്തികളുടെയും ആകെ തുകയാണിത്. മഹത്തായ ഈ ദൗത്യം സഭ ഏറ്റെടുക്കണമെന്ന ആഹ്വാനമാണ് ഹോശന്ന ഞായറിൻ്റെ സന്ദേശം. ഹോശന്ന എന്ന വാക്കിൻ്റെ അർത്ഥം കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്നതാണ്. ദാവീദ് പുത്രനും ഹോശന്ന എന്നാണ് ജനങ്ങൾ ആർത്തു വിളിക്കുന്നത്. ജനം പ്രത്യാശ അർപ്പിച്ചിരുന്നത് ദാവീദിന്റെ സന്തതിയിൽ നിന്നും ഒരു വിമോചകൻ പിറക്കും എന്നതാണ്. ദാവീദ് പുത്രന് ഹോശന്ന പറയുന്നത് ദീർഘവർഷങ്ങളായി അടിമത്തത്തിൽ കഴിയുന്ന ജനത്തിന് രക്ഷയ്ക്കായുള്ള കരച്ചിലാണ്. ചരിത്രപരമായ വാഗ്ദത്ത പൂർത്തീകരണമായി ഇതിനെ കാണുമ്പോൾ ഹോശന്ന ഇന്നും സംഗതമാണ്. യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. യഹോവയുടെ നാമം എന്ന ദൃശ്യ അധികാരത്തോടെയായിരുന്നു യേശുവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും. നീ എന്തധികാരത്തോടെ ഇത് ചെയ്യുന്നു എന്ന ചോദ്യത്തിന് തൻ്റെ അധികാരത്തിൻ്റെ ഉറവിടം യേശു വ്യക്തമാക്കുന്നത് ദൈവത്തിൻ്റെ അധികാരത്തോട് ബന്ധപ്പെടുത്തിയാണ്. ഇത് മനുഷ്യ ജീവിതങ്ങളിലേക്ക് ദൈവരാജ്യത്തിൻ്റെ അനുഭവം സന്നിവേശിപ്പിക്കുന്ന യാത്രയാണ്. ഈ യാത്ര മനുഷ്യ ഹൃദയങ്ങൾ തുറക്കപ്പെടുവാനും ശുദ്ധീകരിക്കപ്പെടുവാനുമുള്ള ആഹ്വാനം കൂടിയാണ്. അത്യുന്നതങ്ങളിൽ ഹോശന്ന. അത്യുന്നതങ്ങളിലേക്ക് സഹായത്തിനായുള്ള നിലവിളി ഉയരുമ്പോഴാണ് പ്രാർത്ഥന സംഗതമാകുന്നത്. പ്രതീക്ഷയും വിശ്വാസവും കരുണയും നിറഞ്ഞ നിലവിളി ആരവമായി മാറിയപ്പോൾ ഈ പ്രാർത്ഥനാ അനുഭവം നഗരത്തെ അസ്വസ്ഥമാക്കി. ഈ നോമ്പ് കാലം അനുതാപത്തിലേക്കും അനുതാപം ജീവിത വിശുദ്ധിയിലേക്കും നയിക്കണം. ക്രിസ്തുവിൽ കൂടി മാത്രമുള്ള രക്ഷയ്ക്കായി നമുക്ക് ഓരോരുത്തർക്കും ഒരുങ്ങാം. അതിന് ഈ വലിയ നോമ്പ് ദിനങ്ങൾ സഹായകമാകട്ടെ.